EMS അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ ഭൂമിയുള്ള മനുഷ്യർ 5%. എന്നെ കേൾക്കുന്ന പുതിയ തലമുറ വിശ്വസിക്കൂ, 5% ആളുകൾ മാത്രമാണ് ഈ കേരളത്തിൽ ഭൂമിയുള്ളത്. എന്നെ കേൾക്കുന്ന പുതിയ തലമുറക്ക് സംശയമുണ്ടെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക്, ലീഗ് ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, BJP ആവട്ടെ, ജമാഅത്തെ ഇസ്ലാമി എന്ന വർഗീയവാദികളാവട്ടെ, ആരുണ്ടെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ പോയി നിങ്ങളിപ്പോ താമസിക്കുന്ന വീടടക്കമുള്ള ആ പറമ്പിന്റെ ആധാരത്തിന്റെ അടിയാധാരങ്ങൾ പരിശോധിച്ച് 5-6 അടിയാധാരങ്ങൾക്ക് പിന്നിലേക്ക് ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഭൂമിയുടെ ഉടമസ്ഥർ ഒന്നുകിൽ ബ്രഹ്മസം അല്ലെങ്കിൽ ദേവസം. എന്തേ അങ്ങനെ ബ്രഹ്മസത്തിന്റെയും ദേവസത്തിന്റേതുമായി ഈ ഭൂമി മാറി? ഈ നാട് ഭരിച്ചിരുന്നത് രാജാക്കന്മാരാണല്ലോ, രാജാക്കന്മാരുടേതായിരുന്നല്ലോ ഈ നാടിന്റെ സകല സ്വത്തുക്കളും. അന്ന് മറ്റുള്ളവർക്ക് ഭൂമിയിൽ അവകാശമില്ല. പിന്നെ എങ്ങനെ ബ്രഹ്മസം ദേവസം അവരുടെ കയ്യിലേക്ക് ഭൂമി വന്നു? നാട് ഭരിച്ചിരുന്ന രാജാക്കന്മാർക്ക് മരിച്ചുപോയാൽ മോക്ഷം കിട്ടണം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗത്തിലെത്തണം. അന്ന് ലീഗില്ല. ലീഗ് ഉണ്ടെങ്കിൽ ഹരിത പതാക പിടിച്ച് മെമ്പർഷിപ്പ് എടുത്ത് നേരെ തിരിഞ്ഞു നടന്നാൽ സ്വർഗത്തിലേക്കാണ്. അന്ന് ലീഗ് ഇല്ലാത്തതുകൊണ്ട്, മെമ്പർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് രാജാക്കന്മാർക്ക് ബുദ്ധിമുട്ടായി. അവരിങ്ങനെ ആലോചിച്ചു, എന്താ മാർഗം? ഈ നാട്ടിലെ ഹൈന്ദവരെ 4ആയി തിരിച്ചിട്ടുണ്ട് RSS അടക്കം. ആരാണവർ? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. അവനെക്കാളും താന്നവര് പറയര്, പുലിയര്. ഞാൻ വിശദീകരണത്തിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ദൈവപുത്രനാണ്. അപ്പൊ നാട് ഭരിക്കുന്ന രാജാക്കന്മാർ ദൈവത്തെ സ്വാധീനിക്കാൻ ആരെ സന്തോഷിപ്പിക്കണം? ദൈവപുത്രനെ സന്തോഷിപ്പിക്കണം. അവര് ഈ ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്തു. അതാണ് ബ്രഹ്മസം. മുസ്ലിങ്ങൾ വഖഫിന് ദാനം ചെയ്യുന്നത് പോലെ നാട് ഭരിച്ചിരുന്ന രാജാക്കന്മാർ ദേവസ്വങ്ങൾക്ക് ഭൂമി ദാനം ചെയ്തു. അതാണ് ദേവസ്വം. അതിന്റെ കൈകാര്യകർത്താക്കളാര്? ബ്രാഹ്മണ. ആ ബ്രാഹ്മണരുടെ കയ്യിലായിരുന്നു ഈ കേരളത്തിലെ ഭൂമി. 5% ആളുകളുടെ കയ്യിൽ. 95% ഭൂമിയില്ല. ഇപ്പൊ ചിലരൊക്കെ ചോദിക്കും, ഇവിടെ പഴയ ഭൂമിയുള്ള പഴയ തറവാടുകളൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. അത് കീപ്പാട്ടം, മേപ്പാട്ടം എന്നൊക്കെ പറയുന്ന പാട്ട വ്യവസ്ഥിതിയിൽ എടുത്തവരാണ്. നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക്, പിന്നോക്ക ജാതിക്കാരന് ആർക്കും മണ്ണില്ല, ഭൂമിയില്ല.